മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ 44:26 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 44:26. അവിടുന്ന് എന്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു. അതെ, ദൈവത്തിന്റെ ദാസരിലൂടെ ദൈവം പ്രവർത്തിക്കും. ആ ദാസരിലൂടെ ദൈവം തന്നെ പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ നമുക്കും അനുഭവമായിരിക്കും. 8 വയസ്സുള്ളപ്പോഴാണ് ഫുൾട്ടൻ ജേഷിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ സംഭവം ഉണ്ടായത്. അന്ന് ഷീൻ അൾത്താരബാലനായിരുന്നു. ഒരിക്കൽ കുർബാന സമയത്ത് ഷീനിന്റെ കയ്യിൽ നിന്നും വീഞ്ഞു പാത്രം നിലത്ത് വീണ് പൊട്ടി തറയിലെ മാർബിളിൽ വീണ് പടർന്നൊഴുകി. ഷീനാകെ ഭയന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്താണിതിന് പരിഹാരമെന്നും അറിയില്ല. ഭയവും അപകർഷതാബോധവും കൊണ്ട് അവൻ വിറയ്ക്കാൻ തുടങ്ങി. കുർബാന കഴിഞ്ഞപ്പോൾ ബിഷപ്പ് ഷീനെ അടുത്തേക്ക് വിളിച്ചു. അവനിൽ നിന്നും അറിയാതെ സംഭവിച്ച കൈപ്പിഴവിനെ കുറിച്ച് ബിഷപ്പ് ഒന്നും പറഞ്ഞില്ല. അവന്റെ ഭാവിയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. കുഞ്ഞെ, നീ ഇപ്പോഴത്തെ പഠനമൊക്കെ കഴിഞ്ഞ് വലുതായി കഴിയുമ്പോൾ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷീൻ എന്ത് പറയാൻ? അവൻ പറഞ്ഞു, ഹൈസ്കൂളിൽ ചേരണം. ഉടനെ, അതല്ല ഞാൻ പറഞ്ഞത്, നീ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. എന്നെപ്പോലെ നീ ഒരു ബിഷപ്പായി തീരണം. ആ ബിഷപ്പിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നിറവേറി. 1919 സെപ്റ്റംബർ 20 ഷീൻ ഒരു വൈദികനായി മാറുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ദാസരിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ സംസാരിക്കും. അത് സ്വീകരിക്കുവാനും അതിനായി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്കേവർക്കും കഴിയണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.